കുട്ടികൾക്ക് ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയ സിമ്പിൾ ഫ്രോക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒരു കുർത്തി അടിച്ചിട്ട് ബാക്കി വന്ന ഒരു കട്ട് പീസ് തുണി കൊണ്ടാണ് ഞാൻ ഈ ഫ്രോക്ക് ചെയ്യുന്നത്. ഈ തുണി രണ്ടാക്കി മടക്കി വെച്ചിട്ടാണുള്ളത്. ഈ ഒരു തുണീൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രോക്കിൻ്റെ ബോഡി കട്ട് ചെയ്യുന്നത്. ഫ്രോക്കിൻ്റെ ബോഡി ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. ഫ്രോക്കിൻ്റെ ബോഡിക്കുള്ള ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ബാക്കി വരുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ഞൊറിയിടാൻ താഴെ ഫ്രില്ലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് നേരെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഇനി ഈ ഒരു തുണിയിൽ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ തുണിയുടെ ഈ ഒരു വശത്തായിട്ട് കഴുത്തിന് നമുക്കൊരു 2.25 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ ഒരു 5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ബോഡി വണ്ണം ഒരു 7 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈ ഇവിടെ ഒരു വള്ളി കൈയാണ് കൊടുക്കുന്നത്. അത് വേറൊരു തുണി കഷ്ണം അടിച്ച് മറിച്ചെടുത്തിട്ട് ഇവിടെ വള്ളിയായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ബോഡി ഇറക്കം ഒരു 6 ഇഞ്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതേ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി വരഞ്ഞതിലൂടെ ഈ ബോഡി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിന് മാർക്ക് ചെയ്ത് ഇവിടെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കുക. ഇതുപോലൊരു കൈയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ കൈക്ക് വേണ്ട തുണി ഈ ഒരു കഷ്ണം തുണിയും വന്ന് നമുക്ക് വെട്ടിയെടുക്കാം. ഒരു 2.5 ഇഞ്ച് വീതി ഇട്ടിട്ട് വെട്ടിയെടുത്താൽ മതി. ഇതിന് നീളം ഒരു 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയും വെച്ചിട്ട് വെട്ടിയെടുത്തിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഈ വള്ളിക്കൈ ഒന്ന് അടിച്ച് മറിക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതുപോലൊരു കോല് വെച്ചിട്ട് മറിച്ചിട്ടാൽ മതി. ഇത് ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഈ വള്ളീൻ്റെ 2 സൈഡിലും ലേസ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 സൈഡും ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് 2 കൈ വള്ളിയും ലേസൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബോഡി സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ബോഡിയുടെ നല്ല വശം ലൈനിങ്ങിനോട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കഴുത്തിന് നമ്മൾ അടയാളപ്പെടുത്തി ചെരിച്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ഈ കൈയിൻ്റെ വള്ളി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കഴുത്തിൻ്റെ 2 സൈഡിലായിട്ടും ഇതേപോലെ വള്ളി വെച്ച് കൊടുക്കുക. വള്ളി വെച്ച് കൊടുത്തിട്ട് നീങ്ങി പോകുന്നതിന് ഒരു പിന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ അതിൽ നിന്നും നീങ്ങി പോകില്ല. എന്നിട്ട് ഇതേപോലെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേ ഷേപ്പിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ തുണി ഇതിനനുസരിച്ച് ഒന്ന് വെട്ടിക്കൊടുക്കണം. എന്നിട്ട് പിന്നെ തയ്യൽ തുമ്പും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് കട്ട് ചെയ്ത് പോകാതെ വേണം വെട്ടിയെടുക്കാൻ. അതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ മെയിൻ തുണി നല്ല വശം ലൈനിങ്ങിനോട് ചേരുന്ന തരത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ തുണീൻ്റെ നല്ല വശത്തോട് ചേരുന്ന രീതിയിൽ വേണേ കൈയും വെച്ച് കൊടുക്കാൻ. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. അതേപോലെ വെച്ചാൽ മതി. എന്നിട്ട് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തതുപോലെ ഇതിലൂടെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പ് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് തിരിച്ചിടാം. ഇനി ഫ്രണ്ട് പീസിൻ്റെ ഇതിലൂടെ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ താഴേക്കുള്ള ഞൊറിയിടാം. എന്നിട്ട് പിന്നെ ഞൊറി ഈ ബോഡിമേൽ ഇതുപോലെ നല്ല വശത്തോട് ചേർത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അരയിലൂടെ ഞാൻ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഫ്രോക്കിൻ്റെ സൈഡ് കൂട്ടിയടിക്കാം. 2 സൈഡും കൂട്ടിയടിക്കുക. 2 സൈഡും കൂട്ടി അടിച്ചതിന് ശേഷം
ഫ്രണ്ടിൽ അടിഭാഗത്തും ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർഫ്ലൈയും ഫ്ലവറും ഒക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.